ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത എടുത്ത് മഹേഷ് പറയുന്നുണ്ട്, അവിടെ കൊണ്ടിട്ട് വെറുതെ പോയിട്ട് തണുപ്പ് വളരണോ വിധിയെന്ന് ആർക്കറിയാം, മോള് പറഞ്ഞ പോലെ വല്ല കമ്പിളിപ്പൊതപ്പ് എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, അതോർത്ത് മഹേഷ് പേടിക്കണ്ട കേട്ടോ, അവിടെ പോയാൽ ചൂട് കൊള്ളാനുള്ള വകയൊക്കെ ഉണ്ടാക്കി തരാം. സത്യമായിട്ടും? ആ അതേന്നേ, എവിടെയാ ക്യാമ്പ് ഫയർ ഇല്ലാത്തത്? അവിടെയും ക്യാമ്പ് ഫയർ കാണും, അപ്പൊ ചൂട് കൊള്ളാലോ. ഓ, താനെ പല മുഖങ്ങളും മറന്നു പോകരുത് കേട്ടോ. മുഖങ്ങളോ എന്ത് മുഖങ്ങൾ? 5-6 ദിവസം മാറി നിൽക്കണം വെച്ചിട്ടേ പല മുഖങ്ങളും മറക്കരുത്. അങ്ങനെ 5-6 ദിവസം മാറി നിൽക്കണ മുഖങ്ങൾ മറക്കണ എന്തിനാണ്? അല്ല, പ്രിയാമണി അമ്മയുടെ മുഖം, മോൾക്കൊരു വിശേഷമാവാൻ കാത്തിരിക്കണ പ്രിയാമണി അമ്മയുടെ മുഖം, ചിപ്പിക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് പറഞ്ഞ അവളുടെ ആഗ്രഹം. പിന്നെ ഇഷിതനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, കുഞ്ഞാവില്ല കുഞ്ഞാവില്ല എന്ന്. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇഷിതക്കൊരു കുഞ്ഞ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അതെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടേ ഉള്ളിലേക്ക് പോകണ്ട കേട്ടോ. അതെ, നാളത്തെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്, ആ ദിവസം സ്വപ്നങ്ങൾ കാണാൻ ബാക്കി വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുക കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹേഷിനെ ചിരി വരുവാണ്. പിന്നീട് കാണിക്കുന്ന ചിപ്പിനെയാണ്. ചിപ്പി ഇങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്ത് ചെപ്പി ഹോംവർക്കൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടേക്ക് മഞ്ജിമ വരാട്ടോ. മോളെ എന്ന് വിളിച്ചിട്ട് വരുമ്പോ ചിപ്പി ചോദിക്കുന്നുണ്ട്, അപ്പയോ? അപ്പ എന്തിനാ വന്നത്? എനിക്ക് എന്റെ മോളെ കാണാൻ വരണ്ടേ? എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, എന്റെ ചിപ്പി മോളല്ലേ ഞാൻ മോളായിട്ട് കാണുന്നത്. അല്ല, അപ്പ എന്താ ഈ സമയത്തുന്നത്? അതാ പറഞ്ഞത്, മോളെ ഞാൻ ചിപ്പി മോളെ ഞാൻ ഇപ്പോഴല്ലേ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാ. അതിന് ഇതുപോലെ കൊഞ്ചിക്കാൻ പറ്റില്ലല്ലോ, അവൻ രജനിയുടെ അടുത്തല്ലേ. ആ പിന്നെ മോൾക്കാണെങ്കിൽ ഇവിടെ വേറെ അമ്മയും അതുപോലെ തന്നെ അമ്മയും ഉണ്ടല്ലോ. അതെ, എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ, അമ്മക്ക് എന്നെ ജീവന. അതെ, അതെനിക്കറിയാം. ഇഷിത മോളെ സ്വന്തം മോളെ പോലെയാ നോക്കുന്നത്. ഇഷിത മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആദ്യം എന്താ ഇങ്ങോട്ട് വരാത്തത്? ആദ്യമായിട്ട് ഇവിടെ ഉള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാ, പിന്നെന്താ അവൻ ഇങ്ങോട്ട് വരാത്തത്? അത് മമ്മി ഒറ്റക്കായി പോകുന്ന വെച്ചിട്ടാ. എന്നാലും അവൻ ഇത്രയും പ്രായമായില്ലേ, മമ്മിയും ആകാശമുള്ള ബന്ധം തെറ്റാണെന്ന് അവന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇല്ലേ? എന്നിട്ടും അവൻ രചനയുടെ കൂടെ നിൽക്കും. കാരണം എന്താ? അവനറിയാം പെറ്റമ്മ വളർത്താൻ ഒരിക്കലും പെറ്റമ്മയാവില്ല, പെറ്റമ്മയുടെ സ്ഥലത്ത് പെറ്റമ്മക്ക് മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ. അവനാ ബോധമുണ്ട്, അതുകൊണ്ടാണ് രചനയുടെ കൂടെ തന്നെ നിൽക്കണത്. നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ചിപ്പിയുടെ മുഖം മാറുക കേട്ടോ. ശേഷം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, അതെ, എന്റെ കൈലാസേട്ടന്റെ വല്യച്ഛനുണ്ട്, SI ആണ് ആള്. പുള്ളിക്കാരൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ഒരു 5 വയസ്സായപ്പോഴേക്കും ഭാര്യ മരിച്ചുപോയി. അയ്യോ, ആ കുഞ്ഞിന്റെ പേരെന്താ? ശ്രീമോള് എന്ന് പറയാണ് മഞ്ജിമ. ശ്രീമോൾക്ക് ഒരു 5 വയസ്സായപ്പോഴേക്കും വീട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ട് ആ SI വല്യച്ഛനുണ്ടല്ലോ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. നല്ലൊരു പെണ്ണായിരുന്നു കേട്ടോ, ശ്രീമോളെ ജീവനായിരുന്നു. ശ്രീമോൾക്ക് വേണ്ടി ജോലിയൊക്കെ രാജിവെച്ചു, ശ്രീമോളെ തന്നെ നോക്കുമായിരുന്നു. അവസാനം 1.5 വർഷം കഴിഞ്ഞപ്പോ എന്തായി അപ്പേ? അവള് പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. അതെ, പിന്നെ ശ്രീമോളെ കാണാനേ പാടില്ല. ആ കുഞ്ഞിനെ പേരിട്ടത് ശ്രീമോനെന്ന്, നല്ല പേര്. അതേ, പിന്നെ അവൾക്ക് ശ്രീമോളോട് ദേഷ്യമാ, കുഞ്ഞിനെ എടുക്കാൻ പാടില്ല, കാണാൻ പാടില്ല, റൂമിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയും. ഒരു ദിവസം ശ്രീമോളെ ആരും കാണാതെ റൂമിൽ കയറിയപ്പോഴേ അവള് ശ്രീമോളുടെ ചെവിയിൽ എന്നിട്ട് പിരിച്ചു. പിന്നെ അടുക്കളയിലെ ഭക്ഷണം ചോദിച്ചു വന്നപ്പോഴേ ചട്ടകം ചൂടാക്കി കുണ്ടിൽ വെച്ച് പഴുപ്പിച്ചു. അയ്യോ അയ്യോ എന്ന് പറയാണ്. അപ്പോഴേക്കും മഞ്ജിമ മനസ്സിൽ വിചാരിക്കണം, കാര്യം ഏൽക്കുന്നുണ്ട്. ആ അങ്ങനെയൊക്കെ ചെയ്തു മോളെ. അയ്യോ, ഇനി പിന്നെ എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ എന്താവാനായിട്ട്, ആ കൊച്ചിനെ ഒന്ന് അച്ഛനോട് പറഞ്ഞൂടെ? നല്ല ആളാ, SI വല്യച്ഛനോട് പറഞ്ഞു. അപ്പോഴേ ഇപ്പം നിലവിലുള്ള ഭാര്യനല്ലേ അയാൾക്ക് കാര്യം, മരിച്ചുപോയ ഭാര്യനെ കാര്യമൊന്നുമില്ല. അപ്പൊ നിലവിലുള്ള ഭാര്യനെ പിണക്കി കഴിഞ്ഞാൽ ഭാര്യ കുഞ്ഞായിട്ട് വീട്ടിലേക്ക് പോയില്ലേ, അതുകൊണ്ട് ഭാര്യനെ കുഞ്ഞിനെ അടക്കി പിടിച്ചു നിന്നിട്ട് മോളോട് പറഞ്ഞേ, മോളെ അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ നിൽക്കാനായിട്ട്. ശ്രീമോളാണെങ്കിൽ നല്ല വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്, എന്നിട്ട് ഹൗസ് സ്കൂളിൽ അഡ്മിഷൻ മാറ്റി ഏതോ സർക്കാർ സ്കൂളിൽ കൊണ്ടാക്കിയവള് ഇപ്പോഴും ശ്രീമോൾ അവിടെ നരകിച്ചുകൊണ്ടിരിക്കുക. വീട്ടുപണിയൊക്കെ അവളെ കൊണ്ടാ ചെയ്യിപ്പിക്കണത് എന്നിങ്ങനെ പറയാട്ടോ. അതൊക്കെ കേട്ട് ചിപ്പിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ആകെ മാറുവാണ്. ജിമ മനസ്സിൽ വിചാരിക്കണ എല്ലാം ഏൽക്കുന്നുണ്ട്, ഇനി കാര്യത്തിലൊക്കെ കിടക്കാം. മോളെ, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇതൊക്കെയാണ് പെറ്റമ്മയുടെ കാര്യങ്ങൾ. അതുകൊണ്ട് മോളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇഷിതയും മഹേഷോടൊന്നും പോയി കഴിഞ്ഞാലേ അവന്റെ മനസ്സ് മാറ്റിയിട്ടായിരിക്കും ഇഷിത തിരിച്ചു കൊണ്ടുവരുന്നത്. നിന്റെ അച്ഛമ്മക്ക് എല്ലാ കാര്യം അറിയാം, ഇഷിത പ്രഗ്നന്റ് ആവില്ല, ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് തന്നെ എല്ലാവരും സമ്മതിച്ചത്. പക്ഷേ ഇത് ഇപ്പൊ പറയുന്നു അവൾക്ക് പ്രസവിക്കാൻ കഴിവുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവര് ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കും അവള് പ്രഗ്നന്റ് ആവും. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യും, ഈ ട്രിപ്പ് മുടക്കാനാണ് നല്ലത്, അല്ലെങ്കിൽ മോൾക്ക് ഈ വീട്ടിലെ സ്ഥാനം പോകും. ഇഷിതയും ഒരിക്കലും നിന്റെ അമ്മയാവില്ല, സ്വന്തം അമ്മ ആവില്ല എന്നൊക്കെ മഞ്ജുവ പറയാട്ടോ. അതൊക്കെ കേട്ട് ചിപ്പിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ചിപ്പി പല്ലൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് രജനീനെ ഒന്ന് നോക്കുവാട്ടോ.
ചീത്തയല്ല, നീയാ ചീത്ത, അപ്പയാ ചീത്ത എന്നൊക്കെ പറഞ്ഞ് മഞ്ജുമേനെ നിലത്തെ കിടത്തിയിട്ട് ചിപ്പി അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് മഞ്ജുമയുടെ തലയിൽ മുഖത്തൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാട്ടോ. ഇടി നിർത്തടി, ഞാൻ നിന്റെ നല്ലതിനെ വേണ്ടിയടി പറഞ്ഞത് എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ടെങ്കിലും എൻ്റെ നല്ലതിന് വേണ്ടി നിങ്ങൾ പറയണ്ട, നിങ്ങളാ ചീത്ത സ്ത്രീ, എൻ്റെ അമ്മ നല്ല സ്ത്രീയാ എന്നൊക്കെ പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോ, ഞാനിത് എൻ്റെ ഡാഡി അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ ഡാഡി നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോണ സമയത്ത് പെട്ടെന്ന് വാതിൽ തല അടിച്ചുകൊണ്ട് നിലത്തേക്ക് മറിഞ്ഞു വീഴുവാട്ടോ. പെട്ടെന്ന് തന്നെ ബോധം പോകുന്നുണ്ട്. അത് കാണുമ്പോൾ മഞ്ജുമയും ആകെ ഷോക്കാവാണ്. മഞ്ജുമ വേഗം ചിപ്പിയുടെ അടുത്ത് വന്നിട്ട് മോളെ ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചിപ്പി എഴുന്നേക്കുന്നേ ഇല്ല കേട്ടോ. മഞ്ജുമ വേഗം ഓടിപ്പോകാണ്. അപ്പോഴാണ് രാമനാഥൻ ഹോളിൽ വെള്ളം എടുക്കാൻ, കുപ്പിയിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മഞ്ജുമ കാണുന്നത്. അച്ഛാ അച്ഛാ വേഗം വാച്ചാ, ദേ ചിപ്പിമോൾ അവിടെ ബോധം കെട്ട് വീണു, എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാമനാഥൻ അകത്തേക്ക് പോവാണ്. അയ്യോ ഇതെന്തു പറ്റിയതാ, മോളെ ചാച്ചനെ വിളിക്കണം, മോളെ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ചിപ്പി എഴുന്നേക്കുന്നില്ല. എടി പൊടി പോയിട്ട് മഹേഷിനെ വിളിച്ചുകൊണ്ട് വാടി എന്ന് പറയാണ്. അങ്ങനെ വേഗം തന്നെ മഞ്ജു ഓടിപ്പോയിട്ട് മഹേഷിന്റെ റൂമിൽ പോയി മുട്ടുവാണ്. മഹേഷ് വേദന വാതിൽ തുറക്കടാ എന്ന് പറയാണ്. മഹേഷ് വാതിൽ തുറക്കണ്ടേ, എന്താ ചേച്ചിയും ചോദിക്കുമ്പോൾ ചിപ്പിമോൾ അവിടെ ബോധം കെട്ടി വീണ് കിടക്കുന്നു. ചിപ്പി മോളോ, അതെ എന്ന് പറയാണ്. വേഗം തന്നെ ഇഷിതയും മോടും അയ്യോ എൻ്റെ മോള് എന്നിട്ട് ഓടി വരുന്നുണ്ട്. അങ്ങനെ ചിപ്പിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ചിപ്പി ബോധം ഇല്ലാതെ കിടക്കുവാട്ടോ. അപ്പൊ വീണ്ടും വിളിക്കുന്നുണ്ട് മഹേഷ്, മോളെ എഴുന്നേക്ക് മോളെ, ഡാഡിയാ മോളെ എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇഷിത ചോദിക്കണ്ടേ എന്താ സംഭവിച്ചതെന്ന് മഞ്ജുമ്മ ചെയ്യുമ്പോൾ മഞ്ജും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മഹേഷ് പറയണ്ട അച്ഛാ ഒന്ന് എടുത്തേച്ച എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ പൊക്കിയെടുക്കാണ് ഇഷിതയല്ല മഹേഷും അതുപോലെ തന്നെ രാമനാഥനും കൂടിയിട്ട്. ശേഷം സോഫയിൽ ഇരിക്കുകയാണ് നമ്മുടെ മഹേഷ്. എടുത്തിട്ട് ഇങ്ങനെ മഹേഷിനെ വിളിക്കുന്നുണ്ട്. മോളെ ചിപ്പി എന്ന് വിളിക്കുമ്പോൾ ഇഷിത പറയണ്ട മഹേഷ് ഇതേ മോളുടെ നെറ്റി മുറിഞ്ഞിട്ടുണ്ട്, അപ്പൊ ബോധം പോയതാ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷിത വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വിളിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രാമ ചോദിക്കുമ്പോൾ നമ്മുടെ മോള് ബോധം പോയിടി, അയ്യോ ചിപ്പിമോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലിയും വരുവാണ്. അയ്യോ മോളെ കണ്ണു തുറക്കിയത് എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് കണ്ണു തുറക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാട്ടോ. അപ്പോഴേക്ക് ഇഷിത വരുന്നുണ്ട്. മഹേഷ് ദേ ആംബുലൻസ് ഇപ്പൊ വരും, താഴത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് അച്ഛൻ എപ്പോഴാ കണ്ടത് ചിപ്പിമോള് ബോധം കെട്ടി വീണ് കിടക്കണത്, എനിക്കറിയില്ല, ദേ ഇവളാ പറഞ്ഞത് മഞ്ജുമ എന്ന് പറയുമ്പോൾ മഞ്ജുമനെ ദേഷ്യത്തോട് നോക്കുവാട്ടോ നമ്മുടെ മഹേഷ്. ശേഷം ചിപ്പിനെ പൊക്കിയെടുത്തോണ്ട് നിലത്തേക്ക് പോവാണ് ആംബുലൻസിൽ. എല്ലാവരും പോയി കഴിയുമ്പോൾ മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ഹാവു എന്തായാലും ട്രിപ്പ് മുടങ്ങി, ഇനിയിപ്പോ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ഇരുന്നോളൂ മോളെയും ശുശ്രൂഷിച്ച്, അതോടെ ട്രിപ്പ് മുടങ്ങി സമാധാനായി, മഞ്ജുമ്മനെ വിളിച്ച് കാര്യം പറയാം, അവൾക്ക് മോള് വീണാൽ എന്താ ട്രിപ്പ് മുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഞ്ജുമ രചനയുടെ മൊബൈലിലേക്ക് വിളിക്കുവാട്ടോ. രചന നല്ല ഉറക്കമാണ്, ഫോൺ എടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് മഞ്ജുമ എന്താ ഈ സമയത്ത്, ഹലോ മഞ്ജുമ എന്താ, അതെ ചിപ്പി മോളൊന്ന് വീണു, ബോധമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുക, അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി, എൻ്റെ മോൾ എങ്ങനെയാ വീണത്, അത് അറിയാതെ വാതിലിൽ തല അടിച്ചു കൊണ്ടതാ, അപ്പോൾ ചെറുതായിട്ടൊരു മുറിവൊന്നുമില്ല, ഒരു ചതവ് പോലെ, ബോധം പോയി, അയ്യോ എൻ്റെ മോൾക്ക് അതെങ്ങനെ സംഭവിച്ചു, അത് വേറൊന്നുമല്ല, ഞാനേ അവൾ ട്രിപ്പ് മുടക്കണമെന്ന് രചന പറഞ്ഞല്ലോ, ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ഇഷിതക്ക് കുഞ്ഞുണ്ടായാലുള്ള ഭവിഷ്യത്തുകളൊക്കെ തന്നെ ഞാനേ ചിപ്പിമോളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, അവൾക്കത് ഇഷ്ടമില്ല, അവൾ അപ്പം തന്നെ എന്നെ പിച്ചോ മാതൊക്കെ ചെയ്തു, എന്നിട്ട് റൂമിൽ നിന്നെടുത്ത് ഓടിയപ്പോഴാ വാതിൽ തല മുട്ടിയിട്ട് ബോധം കെട്ട് വീണത്. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നു രചന, ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല, മോള് ഡിസ്ചാർജ് ആക്കുമ്പോൾ നാളെ ആകും, അത് മാത്രമല്ല ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഞാൻ പറയും മോൾക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊക്കെ ഒരു അമ്മയും ഡാഡിയൊക്കെ ആണോ ഇവൾ ഇട്ടേച്ച് പോകാൻ നാണോ ഇല്ലെന്ന് ചോദിക്കും, അതോടുകൂടി അവർ പോവത്തുമില്ല, എങ്ങനെയുണ്ട് പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴേക്കും രചന പറയണ്ട എന്തായാലും എനിക്കൊരു സമാധാനമില്ല, മഞ്ജു ഒരു കാര്യം ചെയ്യും, അവളുടെ വിശേഷങ്ങൾ എപ്പോഴായാലും എന്നെ രാത്രിയാണെങ്കിലും വിളിച്ചു പറയണം കേട്ടോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ ഫോം വെക്കാണ്. ഫോം വെച്ചിട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് രാമനാഥൻ വരുവാട്ടോ. അടുത്തേക്ക് വന്നിട്ട് ഒരു ഒറ്റടി വെച്ച് മുഖത്തേക്ക് കൊടുക്കാട്ടോ എന്ന് പറയുമ്പോൾ എടി ദ്രോഹി, ഇങ്ങനെ നീ എന്തിനടി ആ കുഞ്ഞിനോട് ചെയ്തത്, ട്രിപ്പ് മുടക്കാൻ വേണ്ടി ഇതാണ് നിന്റെ വഴിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് സ്വപ്നവലി വരുവാണ്. എന്താ രാമ എന്താ പ്രശ്നം, നീ കേൾക്കണം, നിന്റെ മോളുടെ പുതിയ നാടകം, ഇവള് കാണും ആ ചിപ്പി വീണത്, ആ ചിപ്പിയുടെ മുഖത്ത് നോക്കി ഇവൾ എന്തൊക്കെയോ വൃത്തികേട് പറഞ്ഞു യശിതനെയും മഹേഷിനെയും കുറിച്ച്, അവരുടെ ട്രിപ്പ് മുടക്കാനായിട്ട് ആ കുട്ടി അത് ഇഷ്ടപ്പെടാതെ ഇവളെ നോവിക്കുകയും പിച്ചയൊക്കെ ചെയ്തു, എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് തല മുട്ടിയത് എന്ന് പറയാണ്. എല്ലാത്തിനും കാരണം ഇവളാണ്, എന്നിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ രചനനെ വിളിച്ച് പറഞ്ഞ് രസിക്കുക അവളുടെ കയ്യിൽ നിന്ന് പ്രതിഫലവും വാങ്ങിച്ചിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് പറഞ്ഞ് സന്തോഷത്തിലെ രണ്ടുപേരും. എടി എന്തിനാണ് സാമദ്രോഹി നീ ഇങ്ങനെ ചെയ്തത് എന്ന് സ്വപ്നവലി ചോദിക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്
മാഷാണെങ്കിൽ മാഷിനോടാണെങ്കിൽ രാമനാഥൻ പറയണ്ട് ട്രിപ്പ് മുടങ്ങാൻ ചാൻസ് ഉണ്ട് മാഷി എന്ന് പറയാണ്. മാഷ് ഈ കാര്യം വന്നിട്ട് പ്രിയാമണി പറയുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് വേണ്ട ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ഇനി എന്താ നടക്കാൻ പോണെന്ന് എന്നൊക്കെ പറഞ്ഞ പ്രിയാമണി ആകെ ദേഷ്യത്തിലിരിക്കാട്ടോ. അതിന് ശേഷമാണെങ്കിൽ ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് നമുക്ക് ട്രിപ്പ് പോകാൻ സമയമായിട്ടുണ്ടാവില്ല അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ശേഷം രാമനാഥൻ മഞ്ജുമെടുത്ത് പറയേണ്ടത് മഹേഷിനോട് ഞാൻ ഇതെല്ലാം പറയൂ നോക്കിക്കോ മഹേഷ് തീരുമാനിക്കട്ടെ നിന്റെ കാര്യം എന്ന് പറയുന്ന ഭാഗത്തോടെയാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.